ഇന്നത്തെ വീഡിയോയിൽ ഹയർ സെക്കൻഡറി VHSC സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 12ഓളം സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ലഘു വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഇഗ്രാൻസ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. www.egrants.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം 2 മാസമാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ട് പറയുന്നത്. സ്റ്റുഡൻസ് ബിലോങ് ടു SC, ST, OEC, OBC, OBCH. OBCH കൊണ്ട് ഉദ്ദേശിക്കുന്നത് OBC കാറ്റഗറിയിൽ വരുന്ന 30ഓളം കമ്മ്യൂണിറ്റിക്ക് OECയുടെ വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്നുണ്ട്. അവരെയാണ് OBCH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SCBCയിൽ ഉൾപ്പെട്ട ജനറൽ കമ്മ്യൂണിറ്റിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ +1ലോ +2ലോ പഠിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളാവണം. SC, ST, OEC കാറ്റഗറിക്ക് ഇൻകം ലിമിറ്റ് ഇല്ല. OBCHലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 6 ലക്ഷവും OBCക്ക് 2.5 ലാഖും ജനറൽ SCBCയിൽ 1 ലാഖുമാണ് ഇൻകം ലിമിറ്റ്. SC, ST, OEC സ്റ്റുഡൻസിന് ലംസം ഗ്രാൻഡ് ആയിട്ട് 1730 രൂപയും മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് 630 രൂപയും ലഭിക്കും. 8 കിലോമീറ്ററിനുള്ളിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ 8 കിലോമീറ്ററിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 750 രൂപയാണ് ലഭിക്കുക. റീഇംബേഴ്സ്മെൻറ്റ് ഫീസ് ഉണ്ട്. ജനറൽ സ്റ്റുഡൻസിന് റീഇംബേഴ്സ്മെൻറ്റ് ഫീസ് മാത്രമേ ഉള്ളൂ. അവരടയ്ക്കേണ്ട ഫീസൊക്കെ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് എത്തിക്കോളും. OBC സ്റ്റുഡൻസിന് സ്റ്റൈപ്പൻഡ് ഹോസ്റ്റലർ ആണെങ്കിൽ 260 രൂപയും ഡേ സ്കോളർ ആണെങ്കിൽ 160 രൂപയാണ്. ബ്ലൈൻഡ് സ്റ്റുഡൻസിന് 90 rupees per month റീഡർ അലവൻസ് ഉണ്ട്. അവർക്ക് റീഇംബേഴ്സ്മെൻറ്റ് ഫീസ് ഉണ്ട്. സ്റ്റുഡൻസ് വിൽ ബി അലോട്ടഡ് ഓൾ ദ കമ്പൽസറി പേയബിൾ ഫീസ് അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്ക്ലൂഡിംഗ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് പോലത്തെയൊക്കെ ഒഴികെയുള്ള ഫീസാണ് വിദ്യാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുക. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് അപ്ലൈ ചെയ്യേണ്ടത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ്. scholarship.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. എന്തെല്ലാമാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. +2 കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലാവാം. പക്ഷേ അത് റെക്കഗ്നൈസ്ഡ് ആവണം അൺഎയ്ഡഡ് സ്ഥാപനം. ടെക്നിക്കൽ വൊക്കേഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കോഴ്സ് അതർ ദാൻ ദോസ് ലിസ്റ്റഡ് ഇൻ അണ്ടർ മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പ് സ്കീം. മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പിന് പരിധിയിൽപ്പെടുന്ന മറ്റു കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ദ നെയിംസ് ഓഫ് ദ കോഴ്സ് ലിസ്റ്റഡ് അണ്ടർ മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പ് ആർ ഗിവൺ ഇൻ ദ സൈറ്റ്. സൈറ്റിൽ ഉൾപ്പെട്ടുള്ള മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പിന് പരിധിയിൽ വരുന്ന കോഴ്സുകളുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഷുഡ് ബിലോങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, സിഖ്, സൊറാസ്ട്രിയൻ ഓർ പാർസീസ്. ഷുഡ് ഹാവ് സെക്യൂർഡ് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഓർ equivalent grade in the previous board of university examination. The annual family income should not exceed ₹2 lakhs. Should not be availing any other scholarship or stipend. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് തുടങ്ങിയിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തൊട്ട് മുമ്പ് പാസ്സായിട്ടുള്ള എക്സാമിനേഷനിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. വാർഷിക വരുമാനം 2 ലക്ഷം രൂപ കവിയാൻ പാടില്ല. മറ്റ് സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻഡോ ലഭിക്കാത്തവരായിരിക്കണം. സ്കോളർഷിപ്പ് വിൽ നോട്ട് ബി ഗിവൺ ടു മോർ ദാൻ 2 സ്റ്റുഡൻസ് ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൽ 2 കൂടെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല. സ്കോളർഷിപ്പ് വിൽ ബി സാങ്ഷൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്രൈറ്റീരിയൻ ലേഡ് ഡൗൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ചാണ് സ്കോളർഷിപ്പ് നൽകുക. ഓരോ വർഷവും അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിന്റെ തുകയിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഒരു വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണവും എമൗണ്ടും ഒക്കെ അതാത് വർഷം സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും. 30% സ്കോളർഷിപ്പ് ഈസ് റിസർവ്ഡ് ഫോർ ഗേൾ സ്റ്റുഡൻസ്. ഈ സ്കോളർഷിപ്പിന്റെ 30% പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. റേറ്റ് സ്കോളർഷിപ്പ് നോക്കാം. റേറ്റ് സ്കോളർഷിപ്പ് അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ ഉൾപ്പെടെയാണ്. അഡ്മിഷൻ ട്യൂഷൻ ഫീ ഫോർ ക്ലാസ് 11 and 12 ₹7,000 per annum സബ്ജക്ട് ടു ആക്ച്വൽസ് ബോത്ത് ഹോസ്റ്റലർ ആൻഡ് ഡേ സ്കോളർ. ഹോസ്റ്റലർക്കും ഡേ സ്കോളർക്കും 7,000 രൂപ പ്രതിവർഷം ലഭിക്കും. അഡ്മിഷൻ കോഴ്സ് ട്യൂഷൻ ഫീ ഫോർ ടെക്നിക്കൽ വൊക്കേഷണൽ കോഴ്സ്. വൊക്കേഷണൽ കോഴ്സ് ആണെങ്കിൽ അത് 10,000 രൂപയാണ് വർഷത്തിൽ ലഭിക്കുക. +1 +2 വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ 380 രൂപയും 230 രൂപയും യഥാക്രമം ഹോസ്റ്റലർക്കും ഡേ സ്കോളർക്കും മെയിൻ്റെനൻസ് അലവൻസ് ആയിട്ട് ലഭിക്കും. ഇനി അടുത്ത സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസബിലിറ്റീസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായിട്ടുള്ള scholarship.gov.in ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് സ്കോളർഷിപ്പ് പോർട്ടൽ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള. കോളേജ് എഡ്യൂക്കേഷൻ്റെ www.dcscholarship.kerala.gov.in എന്ന സൈറ്റ് വഴി ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാമാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. ദിസ് സ്കോളർഷിപ്പ് ഈസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് സ്റ്റഡിങ് ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫ് കേരള. ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അത് അപേക്ഷിക്കാൻ സാധിക്കുക.
40% കൂടുതൽ അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. ആനുവൽ ഫാമിലി ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 2,50,000. 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം വാർഷിക വരുമാനം. നോട്ട് മോർ ദാൻ 2 children with disabilities of the same parent will be entitled to receive benefits of the scheme. ഒരു വീട്ടിലെ 2 കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. എമൗണ്ട് നമുക്ക് പരിശോധിക്കാം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ഫോർ കംപ്ലീറ്റ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. മെയിൻ്റെനൻസ് അലവൻസ് ലഭിക്കും, ബുക്ക് ഗ്രാൻഡ് ലഭിക്കും, ഡിസബിലിറ്റി അലവൻസ് ലഭിക്കും, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് കമ്പൽസറി നോൺ റീഫണ്ടബിൾ ഫീസ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിദ്യാലയങ്ങളിൽ അടയ്ക്കേണ്ട എക്സാം ഫീ, സ്പെഷ്യൽ ഫീസ് തുടങ്ങിയിട്ടുള്ള ഫീസുകളൊക്കെ തന്നെ സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ലഭിക്കും. മെയിൻ്റെനൻസ് അലവൻസ് എത്രയാണ് നോക്കാം. ഡേ സ്കോളർ ആണെങ്കിൽ 550 രൂപ പെർ മന്ത് ഫോർ 12 months. 10 മാസമാണ് ക്ലാസ് ഉള്ളെങ്കിൽ കൂടി 12 മാസം ലഭിക്കും. ഹോസ്റ്റലർ ₹900 പെർ മന്ത് ഫോർ 12 months. ഹോസ്റ്റലർ ആണെങ്കിൽ 900 രൂപ 12 മാസത്തിനാണ് ലഭിക്കുക. ബുക്ക് ഗ്രാൻഡ്, ബുക്കുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് 1500 രൂപ പെർ ആനുവം, വർഷത്തിൽ 1500 രൂപ ലഭിക്കും. ഡിസബിലിറ്റി അലവൻസ് നോക്കാം. വ്യത്യസ്ത രീതിയിലുള്ള ഡിസബിലിറ്റിക്ക് വേറെ വേറെ എമൗണ്ടാണ്. വിഷ്വലി ഇമ്പേർഡ്, കാഴ്ചയ്ക്ക് വൈകല്യമുള്ളവർക്കാണെങ്കിൽ 4000 രൂപ. ഹിയറിംഗ് ഇമ്പേർഡ്, കേൾവിക്കാണ് വൈകല്യമുണ്ടെങ്കിൽ 2000 രൂപ. ഫിസിക്കൽ ഡിസേബിൾഡ്, ശാരീരികമായ വൈകല്യങ്ങൾക്ക് 2000 രൂപ. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് 4000 രൂപ. ഈ പറഞ്ഞതല്ലാതെ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിൽ 2000 രൂപ. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് കമ്പൽസറി നോൺ റീഫണ്ടബിൾ ഫീസ്. Students will be reimbursed all the compulsory payable fees at the institution excluding refundable deposits. കോസ്റ്റ് ഡെപ്പോസിറ്റ് പോലത്തെ ഡെപ്പോസിറ്റുകൾ ഒഴികെ ബാക്കിയുള്ള ഫീസുകളൊക്കെ സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്. ഹൗ ടു അപ്ലൈ. അപ്ലൈ ഓൺലൈൻ ത്രൂ ദ സ്കോളർഷിപ്പ് പോർട്ടൽ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള. കോളേജ് എഡ്യൂക്കേഷൻ്റെ www.dcscholarship.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്തെല്ലാമാണ് കണ്ടീഷൻസ് നോക്കാം. Should have secured A+ in all subjects in the SLC examination conducted by Board of Public Examinations, Kerala State. കേരളത്തിലെ വിദ്യാലയത്തിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇവിടെ ജാതിയോ വരുമാന പരിധിയോ നിബന്ധനകളിൽ പെടുന്നില്ല. A+ നേടിയ വിദ്യാർത്ഥിയാവണമെന്നുള്ള മാത്രമാണ് കണ്ടീഷൻ. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കേരളത്തിലെ ഹയർ സെക്കൻഡറി, VHC, ITI, പോളിടെക്നിക്കുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം. ₹1,250 per annum up to 7 years of education without any break. വർഷം തോറും 1250 രൂപ 7 വർഷത്തേക്ക് ബ്രേക്കില്ലാണ്ട് തുടർന്ന് പഠിക്കുകയാണെങ്കിൽ, +2 മുതൽ തുടർച്ചയായി 7 വർഷം പഠിക്കുകയാണെങ്കിൽ 1250 രൂപ പെർ ആനം ആണ് ലഭിക്കുക. അടുത്ത സ്കോളർഷിപ്പാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന സ്നേഹപൂർവ്വ സ്കോളർഷിപ്പ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. The application with the necessary documents should be submitted to the head of aided or government schools before 31st October of every year. എല്ലാ വർഷവും ഒക്ടോബർ 31 മുമ്പായിട്ടാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. വിദ്യാലയങ്ങളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. The head of institution will verify and submit the application through online portal of Executive Director, Kerala Social Security Mission. സ്ഥാപന മേധാവിയാണ് ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടത്. Children below 5 years can directly apply to Executive Director, Kerala Social Security Mission through the respective Child Welfare Committee. 5 വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നേരിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. എന്തെല്ലാമാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. മാതാവോ പിതാവോ അല്ലെങ്കിൽ 2 പേരോ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസരം. സ്റ്റുഡൻസ് ഫ്രോം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്സസ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ അപേക്ഷിക്കാൻ കഴിയും. 5 വയസ്സ് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ അപേക്ഷിക്കാം. BPL കാറ്റഗറി ആവണം. ഫോർ ചിൽഡ്രൻ ബിലോങ്ങിങ് ടു APL കാറ്റഗറി, ആനുവൽ ഇൻകം ഷുഡ് ബി ബിലോ ₹20,000 ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ₹22,375 ഇൻ അർബൻ ഏരിയാസ്. APL കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാനം 20,000 രൂപയും, അർബൻ ഏരിയയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ, നഗരപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആനുവൽ ഇൻകം 22,375 രൂപയായിട്ട് നിശ്ചയപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ് സ്കോളർഷിപ്പ്. ചിൽഡ്രൻ ബിലോ 5 years ആൻഡ് ക്ലാസ് 1 to 5. 5 വയസ്സ് താഴെയുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസം തോറും 300 രൂപയാണ് ലഭിക്കുക. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 500 രൂപ ലഭിക്കുക. +1 +2 വിദ്യാർത്ഥികൾക്ക് 750 രൂപയാണ് മാസം തോറും ലഭിക്കുക. മെറിറ്റ് സ്കോളർഷിപ്പ് ടു ദ ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്. സ്കൂൾ അധ്യാപകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പാണിത്. ഹൗ ടു അപ്ലൈ. Apply online through the scholarship portal of Department of College Education, Government of Kerala.
www.dcscholarship.kerala.gov.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എന്തെല്ലാമാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. Should be a first year student of government aided, government recognized higher secondary or VHC schools. ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലാണെങ്കിൽ തന്നെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആവണം. VHC പഠിക്കുന്നതായിട്ടുള്ള 1ാം വർഷ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസരം. സൺ ഡോട്ടേഴ്സ് ഓഫ് പ്രൈമറി സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് സ്കൂൾസ്. പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മക്കൾക്കാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസരം. മിനിമം 60% ഓഫ് മാർക്സ് ഫോർ SSLC ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ. SSLCക്കോ ഇക്വലന്റ് ആയിട്ടുള്ള എക്സാമിനേഷനോ 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. ആനുവൽ ഫാമിലി ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് ₹1 lakh. 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആനുവൽ ഫാമിലി ഇൻകം. അടുത്ത വിദ്യാസമനിധി സ്കോളർഷിപ്പാണ്. സമനിധി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് വിദ്യാസമനിധി സ്കോളർഷിപ്പ്. അപ്ലൈ ചെയ്യേണ്ടത് www.kswcfc.org എന്ന വെബ്സൈറ്റ് വഴിയാണ്. എന്തെല്ലാമാണ് കണ്ടീഷൻസ് നോക്കാം. അപ്ലിക്കേഷൻ ഷുഡ് ബി ഫ്രം നോൺ റിസർവേഷൻ ഫോർവേഡ് കമ്മ്യൂണിറ്റി ആൻഡ് റെസിഡന്റ് ഓഫ് കേരള. കേരളത്തിൽ താമസിക്കുന്ന റിസർവേഷൻ ഇല്ലാത്ത മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അവസരം. ആനുവൽ ഇൻകം ഓഫ് ദ ഫാമിലി ഷുഡ് ബി ലെസ് ദാൻ 2 lakhs ബേസ്ഡ് ഓൺ ഓൾ സോഴ്സസ്. എല്ലാ വരുമാന മാർഗ്ഗങ്ങളിൽ നിന്നും വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് ബാങ്ക് അക്കൗണ്ട് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ബാങ്ക്. വിദ്യാർത്ഥിക്ക് സ്വന്തം പേരിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. റേറ്റ് ടു സ്കോളർഷിപ്പ് നോക്കാം. വിദ്യാസമനിധി സ്കോളർഷിപ്പിന് 2 സ്കീമുണ്ട്. ഒന്ന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായമായിട്ടും, രണ്ടാമത് പഠിക്കുന്നതോടുകൂടി തന്നെ അവർ വല്ല കോച്ചിങ്ങിന് എൻട്രൻസ് പോലത്തെ കോച്ചിങ്ങിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ധനസഹായമായിട്ടും. അപ്പോൾ സ്കോളർഷിപ്പ് എമൗണ്ടും കോച്ചിങ് അസിസ്റ്റൻസും ഉണ്ട്. സ്കോളർഷിപ്പ് എമൗണ്ട് ഹൈസ്കൂൾ ലെവലിൽ ₹2,000 per year, ഹയർ സെക്കൻഡറി ലെവലിൽ ₹3,000 per year. കോച്ചിങ് അസിസ്റ്റൻസ് ഉണ്ട്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലാണെങ്കിൽ 10,000 രൂപയാണ് അവർക്ക് കോച്ചിങ് അസിസ്റ്റൻസായി നൽകുന്നത്. ഈ 10,000 രൂപ നൽകുന്നത് ആക്ച്വൽ ഫീസ് പെയ്ഡ് എന്ന രീതിയിലാണ്. വിദ്യാർത്ഥി ആക്ച്വലായിട്ട് കോച്ചിങ്ങിന് വേണ്ടി എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത ഫീസ് 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപ ലഭിക്കും. 10,000 രൂപയുടെ മുകളിലാണ് ഫീസ് കൊടുത്തതെങ്കിൽ കൂടി 10,000 രൂപ ലഭിക്കുകയുള്ളൂ. അതേസമയം യഥാർത്ഥ ഫീസ് 10,000 രൂപയിൽ താഴെയാണെങ്കിൽ ആ ഫീസ് ലഭിക്കുകയുള്ളൂ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് PJMS എന്ന് പറയുന്ന ഈ അവാർഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ ആണ് നൽകുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് www.minorityWelfare.kerala.gov.in എന്ന സൈറ്റ് വഴിയാണ്. കണ്ടീഷൻസ്: ദിസ് സ്കോളർഷിപ്പ് ഈസ് ഫോർ സ്റ്റുഡൻസ് ബിലോങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് തുടങ്ങിയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. Scholarship will be awarded to the students who have secured A+ in all subjects for SLC, +2, VHC course in government or aided schools. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. തൊട്ട് മുമ്പത്തെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. Priority is given to BPL students. BPL സ്റ്റുഡൻസിനാണ് പ്രാധാന്യം നൽകുന്നത്. In the absence of BPL applicants, students belong to APL category whose annual family income not greater than 8 lakh may also be considered. BPL കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ കൂടി അത്തരം വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ APL കാറ്റഗറിയിൽപ്പെട്ട വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികളെ കൂടി പരിഗണിക്കുന്നതാണ്. 10,000 രൂപയാണ് വാർഷികമായിട്ട് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട്. അടുത്തത് മൗലാന ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് എന്നറിയപ്പെട്ടിരുന്ന ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ്. ഇപ്പോൾ ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കിവെച്ചുള്ള സ്കോളർഷിപ്പാണത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. maef.nac.in എന്ന വെബ്സൈറ്റ് വഴിയോ bhmnsmaef.org എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. എലിജിബിലിറ്റി കണ്ടീഷൻസ്: Only girl students belong to 6 notified minority communities: Muslims, Christians, Sikhs, Buddhists, Jains and Parsis are eligible. 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനുള്ള അവസരം. Scholarship will be awarded to minority girl students who are studying in the class 9th to 12th and have secured at least 50% marks or equivalent grade in aggregate in previous class or qualifying exam. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന തൊട്ട് മുമ്പത്തെ പരീക്ഷയിൽ 50% മാർക്കെങ്കിലും മിനിമം വാങ്ങിയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസരമുള്ളത്. ആനുവൽ ഇൻകം ഓഫ് സ്റ്റുഡൻസ് പാരൻസ് ഓർ ഗാർഡിയൻ ഫ്രം ഓൾ സോഴ്സസ് ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം
2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. സ്കോളർഷിപ്പ് വിൽ നോട്ട് ബി ഗിവൺ ടു മോർ ദാൻ 2 സ്റ്റുഡൻസ് ഫ്രം എ ഫാമിലി ഓഫ് ദ സെയിം ക്ലാസ്. ഒരു ഫാമിലിയിലെ 2 കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകില്ല. ഫോർ ക്ലാസ് 9 and 10 സ്കോളർഷിപ്പ് എമൗണ്ട് 5,000 rupees per annum ആണ്. +1 +2 സ്കോളർഷിപ്പ് എമൗണ്ട് 6,000 per annum ആണ്. വാർഷികമായിട്ട് 5,000 രൂപയും 6,000 രൂപയാണ് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് CBSEയുടെ സ്കോളർഷിപ്പാണ്. CBSE മെറിറ്റ് സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണത്. അപ്ലൈ ചെയ്യേണ്ടത് cbse.nic. എന്ന വെബ്സൈറ്റ് വഴിയാണ്. എന്തായാലും കണ്ടീഷൻസ് നോക്കാം. സ്റ്റുഡൻറ്റ് ഉദ്ദേശിക്കുന്നത് ഗേൾ ചൈൽഡ് ആണ്. സ്റ്റുഡൻറ്റ് ഷുഡ് ബി ദ ഓൺലി ചൈൽഡ് ഓഫ് ദ പാരൻസ്. രക്ഷിതാക്കളുടെ ഒരു പുത്രി ആയിരിക്കണം. Students should have passed the class 9 examination from the CBSE and secured 60% or more marks are eligible to apply. CBSEയിൽ നിന്നും 10ാം ക്ലാസ് മിനിമം 60% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥിനി ആയിരിക്കണം. സ്കോളർഷിപ്പ് ഇസ് ഗിവൺ ടു സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 11 and 12 ഇൻ സ്കൂൾസ് അഫിലിയേറ്റഡ് വിത്ത് CBSE. CBSEയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടുള്ള +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആയിരിക്കണം. ട്യൂഷൻ ഫീ ഷുഡ് നോട്ട് ബി മോർ ദാൻ ₹1,500 per month in class 10 and 10% enhancement for class 11 and 12. For NRI students, tuition fee has been decided maximum of ₹6,000 per month. 10ാം ക്ലാസ്സിൽ ട്യൂഷൻ ഫീസ് മാസം 1,500 രൂപയിൽ കവിയരുത്. +1 +2 10% എൻഹാൻസ്മെൻറ്റ് അലോ ചെയ്തിട്ടുണ്ട്. NRI സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാസം 6,000 രൂപയിൽ കവിയരുത് ട്യൂഷൻ ഫീസ്. Rate scholarship ₹500 per month shall be paid for a maximum period of 2 years. മാസം തോറും 2 വർഷത്തേക്ക് 500 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുക. അടുത്ത മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പ് ഫോർ BPL സ്റ്റുഡൻസ്. How to apply? The eligible candidates belonging to the general category shall be selected by the selection committee at the school level. The selection of eligible candidates belonging to the SC/ST community shall be done by the district level review committee from among the list of candidates selected by the school level selection committee. The candidates coming under the sports, arts and differently abled category shall be selected by the director from among the list forwarded by the school level selection committee. ഈ സ്കോളർഷിപ്പിന് സ്കൂളുകളാണ് അപേക്ഷിക്കേണ്ടത്. സ്കൂളിലെ സെലക്ഷൻ കമ്മിറ്റിയാണ് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. SC/ST വിദ്യാർത്ഥികളുടെ സെലക്ഷൻ നടക്കുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. സ്പോർട്സ്, ആർട്സ് തുടങ്ങിയുള്ള മേഖലയിൽ പ്രാവീണ്യമുള്ള വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും സെലക്ഷൻ സ്കൂളിൽ നിന്ന് നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് ഡയറക്ടറാണ് ചെയ്യുന്നത്. കണ്ടീഷൻസ് നോക്കാം. Merit Cum Main Scholarship Scheme is for higher secondary students of government and aided schools whose parents or guardians come under the BPL category. BPL വിഭാഗത്തിൽപ്പെടുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. Students who have secured higher grades in their SSLC or any other equivalent examination are eligible to be selected for the scholarship. Rate scholarship ₹5,000 per annum. വർഷത്തിൽ 5,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുക. അടുത്ത സ്കോളർഷിപ്പ് ഉറുദു സ്കോളർഷിപ്പ്. ഇബ്രാഹിം സുലൈമാൻ സർ സ്കോളർഷിപ്പ് എന്നറിയപ്പെടുന്ന സ്കോളർഷിപ്പാണിത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ ആണിത് നൽകുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് പാസ് SSLC or +2 വിത്ത് ഉറുദു ആസ് ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്യൂർഡ് A+ in all subject. SSLCക്കോ +2ലോ ഉറുദു 1ാം ഭാഷയായി തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത. ഇങ്ങനെ 12ഓളം സ്കോളർഷിപ്പുകളാണ് വിശദീകരിച്ചത്. വേറെയും സ്കോളർഷിപ്പുകളുണ്ട്. പ്രൈവറ്റ് ആയിട്ടും ഗവൺമെൻറ് തലത്തിലുള്ള ഇഗ്രാൻസിൻ്റെ തന്നെ ഇഗ്രാൻസ് ഫിഷറീസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് മുക്കത്തൊഴിലാളികളുടെ മക്കൾക്കുള്ളതാണ്. വേറെയും സ്കോളർഷിപ്പുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 12 സ്കോളർഷിപ്പുകളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോളർഷിപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ളതും കൂടുതൽ എമൗണ്ട് കിട്ടാൻ സാധ്യതയുമുള്ള സ്കോളർഷിപ്പിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മിക്കവാറും എല്ലാ സ്കോളർഷിപ്പുകൾക്കും പൊതുവായി വേണ്ട ഡോക്യുമെന്റ് കോപ്പി ഓഫ് SSLC, ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഫ്രണ്ട് പേജ് ഓഫ് പാസ്ബുക്ക്, കോപ്പി ഓഫ് ആധാർ, അലോട്ട്മെന്റ് മെമ്മോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. കൂടാതെ ഇമെയിൽ അഡ്രസ്സ് വേണം. സ്വന്തമായ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് എടുക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ പേരും അക്കൗണ്ട് നമ്പറും IFSCയും ബ്രാഞ്ച് നെയിം എല്ലാം വ്യക്തമാകുന്ന രീതിയിൽ വേണം കോപ്പി എടുക്കാൻ. ഇത്തരം ഡോക്യുമെന്റ്സ് ആണ് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷ ഫോമിന്റെ കൂടെ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതും.